ഹൈ മക്കൾസ്. അപ്പോൾ ചാപ്റ്റർ 7 നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ, അതായത് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നുള്ള ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ഇത് പഠിക്കാതെ പോകരുത്. ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്നുള്ള രൂപത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ ആവണമെങ്കിൽ മക്കളെ ഇത് പഠിച്ചോളൂ. അതായത് ഒന്ന്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡാണ്. വ്യത്യസ്ത രീതിയിലുള്ള കൃഷി രീതികളുണ്ട്. മക്കൾക്കറിയാം ഏതൊക്കെയാണ് കൃഷി രീതികൾ? ഒന്ന് നമ്മൾ പറഞ്ഞ ഉപജീവന കൃഷി അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഉപജീവന കൃഷി അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ഫാമിംഗ്, അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഫാമിംഗ് അല്ലെങ്കിൽ സമ്മിശ്ര കൃഷികൾ. എന്താണ് മക്കളെ മിക്സഡ് ഫാമിംഗ് അല്ലെങ്കിൽ സമ്മിശ്ര കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്ഥലത്ത് തന്നെ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യുന്നതാണ് കൾട്ടിവേഷൻ നടത്തുന്നത്. അതിന്റെ ബെനിഫിറ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? വളം അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്, പിന്നെ തീറ്റ ഇവിടുന്ന് കിട്ടുന്നുണ്ട്, ലൈഫ് സ്റ്റോക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ കന്നുകാലികളിൽ നിന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട്, വളം കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന മറ്റൊരു സംഭവമാണ് മിക്സ്ഡ് ഫാമിംഗ് പഠിച്ചു, ബെനിഫിറ്റുകൾ നോക്കി. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റേഷൻ ക്രോപ്സ് ഏതൊക്കെയാണ്? കോഫി, ടീ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളില്ലേ, അത് നോക്കണം. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്. പിന്നെ മക്കളെ നമ്മൾ നോക്കേണ്ടതാണ്, ഇതിൽ തന്നെ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇപ്പോൾ വാണിജ്യവിള കൃഷിയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിൽ തന്നെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഏതെന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു മക്കളെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ? ഗ്രീൻ റെവല്യൂഷൻ. എന്തായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ? എന്താണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഹരിത വിപ്ലവം. ഈ ഹരിത വിപ്ലവത്തിന്റെ ബെനഫിറ്റുകൾ പഠിക്കണം മക്കൾ. ബെനഫിറ്റുകൾ അതായത് നേട്ടങ്ങളും പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തും പഠിക്കണം? ലിമിറ്റേഷൻസും പഠിക്കണം. നേട്ടങ്ങളും പഠിക്കണം, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? പരിമിതികൾ. എന്തായിരുന്നു? പരിമിതികളും എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങളും മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണം. പിന്നെ ക്യാഷ് ക്രോപ്സ് ഏതാണ്, ഫുഡ് ക്രോപ്സ് ഏതാണ്? ക്യാഷ് ക്രോപ്സ്, ഫുഡ് ക്രോപ്സ് എന്തായിരുന്നു? ഭക്ഷ്യവിളകൾ, അതുപോലെ തന്നെ നാണ്യവിളകൾ അല്ലെ? നേരെ തിരിച്ചെഴുതാം, നാണ്യവിളകൾ. പിന്നെ അതുപോലെ തന്നെ ഏതാണ്? ഭക്ഷ്യവിളകൾ അല്ലെ? ഭക്ഷ്യവിളകൾ, അതാണ് ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സും. ആ കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മക്കളെ നമ്മൾ ഇതിൽ വരേണ്ട മറ്റൊരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ നമ്മുടെ എം എസ് സ്വാമിനാഥനെ മക്കൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും മറക്കരുത്. എം എസ് സ്വാമിനാഥനെ ഒരു കാരണവശാലും മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹമാണല്ലോ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ പറയുന്നത്. ആ കാര്യങ്ങളോട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ മിനറൽസ്, ധാതുക്കൾ, ഇത്രയുമാണ് മക്കളെ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ നമ്മുടെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഫുഡ് സേഫ്റ്റി, ആ ബോക്സ് ഉണ്ടല്ലോ, ഒരു ബോക്സ് ഉണ്ട് അതായത് ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് കുറെ സ്കീമുകൾ ഇറക്കിയിട്ടുണ്ട്, കുറെ പദ്ധതികൾ ഇറക്കിയിട്ടുണ്ട്. ആ ടേബിൾ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ എന്താ ഇത് സെറ്റായി. അപ്പൊ വളരെ 3 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അടിപൊളിയാക്കുക. ക്രിസ്മസ് എക്സാം തൂത്തുവാരണം നമ്മൾ. താങ്ക് യു.